ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണിനെയാണ് കേട്ടോ. കല്യാണി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട്. കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ കിരണേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ കല്യാണി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ സരുവിനെ കണ്ട് സംസാരിച്ചായിരുന്നു. സരു എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താ എന്താ അവള് പറഞ്ഞത്? അല്ല, താരാൻ്റെ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണല്ലോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ള കാരണം എന്താന്ന് ഞാൻ സരുവിനോട് ചോദിച്ചപ്പോൾ സരു പറഞ്ഞത് അവളുടെ അച്ഛനുണ്ടല്ലോ രാഹുൽ, അതായത് കിരണേട്ടൻ അങ്കിൾ, ആ പുള്ളിക്കാരൻ മരിച്ചപ്പോഴാണ് താരാൻ്റെ ഇങ്ങനെ വിഷാദ രോഗത്തിലേക്ക് പോയെന്നാ അവള് പറഞ്ഞത്. എനിക്ക് തോന്നണില്ല കല്യാണി അതായിരിക്കും കാരണമെന്ന്. എനിക്കും അങ്ങനെ തോന്നണമൊന്നുമില്ല. പക്ഷേ സരിയു പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. സത്യം പറഞ്ഞാൽ കിരണേട്ടൻ്റെ അങ്കിള് മരിച്ചപ്പോൾ തന്നെയാണ്, അന്ന് മുതലാണ് താരാൻ്റിക്ക് ഈ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ആ അതിനിപ്പോ ഷാരി ആൻറ്റിക്കും സരിയുവിനൊന്നും ഇല്ലാത്ത വിഷമം എന്തിനാ താരാൻ്റിക്ക്? അവർക്കൊന്നും വിഷമമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട ഞങ്ങൾക്കറിയില്ലല്ലോ അവർക്ക് വിഷമമുണ്ടോ ഇല്ലയോ എന്ന്. ഷാരിയാൻ്റിക്ക് വിഷമമുണ്ടെങ്കിലും സരിയുവിന് ഒരു വിഷമവുമില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കില്ലാത്ത വിഷമം എന്തിനാ താരാൻ്റിക്ക്? പറയാൻ പറ്റില്ല കേട്ടേട്ടാ. മുമ്പ് ഒരുപാട് പ്രണയിച്ച് നടന്നതല്ലേ അവര്. താരാൻ്റിനെ പറ്റിച്ചിട്ടാണെങ്കിലും ഒരുപാട് പ്രണയിച്ചതല്ലേ അയാള് എന്ന് പറയുമ്പോഴേക്കും കല്യാണി, അയാള് താരാനെ പറ്റിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, എൻ്റെ അച്ഛൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചില്ലേ. പിന്നെ താരാൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ പല പല തെറ്റുകളല്ലേ അയാൾ ചെയ്തത്. എനിക്കെന്തോ തോന്നണില്ല കല്യാണി ആ കാരണം കൊണ്ടിട്ടാണ് താരാൻ്റെ വിഷാദ രോഗത്തിലേക്ക് പോയെന്ന്. എന്തെല്ലാം കിരണട്ടാ, ഇന്ന് ജോലി കഴിഞ്ഞിട്ട് ഞാൻ നേരെ താരാൻ്റെ അടുത്തേക്ക് പോകും. താരാൻ്റെ അടുത്ത് ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയാണ്. ശരി എന്ന് കിരണും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സരിയുവിനെയാണ്. സരിയു താരടുത്ത് പറയുന്നുണ്ട്, അടുക്കളയിൽ നിന്നിട്ടുണ്ട് പറയണത്. അതെ, അമ്മയുടെ വിഷമങ്ങളും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി കല്യാണി ഇവിടേക്ക് വരും. അപ്പോൾ അവൾ കുടിക്കുന്ന ജ്യൂസിൽ ഞാൻ തരുന്ന പൊടി ഒരിച്ചിരി കലക്കി കൊടുത്താൽ മതി, പിന്നെ എല്ലാം അവൾ മരിച്ചോളും. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ദേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മ ജയിലിലേക്ക് പോവാണെങ്കിൽ പോലും അമ്മേനെ കുറഞ്ഞ ശിക്ഷയിൽ ഞാൻ തന്നെ പുറത്തേക്ക് ഇറക്കാം. അധികം നാളൊന്നും അമ്മക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഞാനല്ലേ പറയണത്, ജയിലിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നിങ്ങളെ ഞാൻ നെഞ്ചോട് ചേർത്ത് നിർത്തും. എൻ്റെ ഹൃദയത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. എന്താ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും താരൊന്നും മിണ്ടാതിരിക്കാട്ടോ. അത് കാണുമ്പോൾ സരിയു പറഞ്ഞു, ഓഹോ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ? ഞാൻ പറയുന്ന ഈ ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ? നോക്ക്, കല്യാണി വന്നത് പിന്നെയാണ് എൻ്റെ ജീവിതം കുളം തോണ്ടിയത്. കല്യാണിയാണ് എൻ്റെ ജീവിതം ഈ നിലയിൽ ആക്കിയത്. അതെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സ്വന്തം മോളാണ് എൻ്റെ ജീവിതമൊക്കെ കല്യാണി നശിപ്പിച്ചത്. അങ്ങനെ ആ നശിപ്പിച്ചവളുടെ ജീവിതം തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? നിങ്ങളൊക്കെ എൻ്റെ അമ്മയാണോ? നോക്ക്, നിങ്ങളിങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് കാണാൻ നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ ഒരിക്കലും കാണാനും വരില്ല. നോക്ക്, നിങ്ങളിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കാട്ടോ. പറ്റില്ലല്ലേ, ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് സരി പോവാൻ പോകുമ്പോഴേക്കും താര സരിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യോ? ചെയ്യാം എന്ന് താര തലയാട്ടാണ്. നിങ്ങൾ നാളെ അവൾ ഇവിടെ വരുമ്പോൾ അതിൽ കുറച്ച് ജ്യൂസിൽ പൊടി കലക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളൊരു ലെറ്റർ എഴുതി വെക്കണം. കിരണും ഞാനും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കടുങ്കൈ ചെയ്തതെന്ന്. പിന്നെ ആരും നിങ്ങളുടെ ചോദ്യത്തിനോ കാര്യത്തിനോ വരത്തൊന്നുമില്ല, മനസ്സിലായോ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായെന്ന് പറയണോ എൻ്റെ പൊന്നമ്മ എന്ന് പറഞ്ഞിട്ട് സരിയു താരനെ കെട്ടിപ്പിടിക്കണം കേട്ടോ. താരക്ക് വരാത്ത വിഷമമുണ്ട് എങ്കിലും താരത് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാട്ടോ. കല്യാണി അങ്ങനെ താരനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ബെല്ലടിക്കുമ്പോൾ താര വാതിൽ തുറക്കാണ്. കല്യാണി അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് താരയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് ആൻറ്റിയുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ ആൻറ്റിയുടെ വിഷമം? തുറന്ന് പറയാൻറ്റി. ഞാനല്ലേ ചോദിക്കണത്, ആൻറ്റിക്ക് എന്താ സംഭവിച്ചത് പറയാൻറ്റി എന്ന് പറയുമ്പോഴേക്കും താര ഒന്നുമില്ലെന്ന് പറയാണ്. എനിക്ക് ഹിപ്നോട്ടിസം ഒന്നും അറിയില്ല, ആൻറ്റി എന്തെങ്കിലും മനസ്സ് തുറന്ന് പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും
താര ഒന്നുമില്ലെന്ന് പറയാണ്. അത് കൊള്ളാം. അല്ല കിരണേട്ടൻ്റെ അമ്മ ആശുപത്രിയിലാണെന്ന് ആൻറ്റിക്ക് അറിയാലോ. ഇപ്പോൾ വീട്ടിലേക്കും വന്നു. ഒട്ടും വയ്യ അമ്മക്ക്. എന്നിട്ട് ആൻറ്റി അവിടെ വന്നു അന്വേഷിച്ചു പോലുമില്ല. ആൻറ്റി ഒന്ന് സംസാരിക്കുന്നു പോലുമില്ല അമ്മയടുത്ത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ വിളിച്ചിരുന്നു എന്ന് താര പറയാണ്. കല്യാണി പറയണ്ട് വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു ഏതോ ഒരു ദിവസം വിളിച്ചിരുന്നു എന്ന്. അങ്ങനെയാണോ ആൻറ്റി വേണ്ടത്? ആൻറ്റിക്ക് ഇത്രമാത്രം സഹായം ചെയ്തതല്ലേ അവര്? ആൻറ്റിനെ ചേർത്ത് പിടിച്ചതല്ലേ? ഒരു സമയത്ത് ആൻറ്റീൻ്റെ അടുത്ത് അച്ഛനോടും അമ്മക്ക് വല്ലാത്ത ഒരു തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ യാമിനി ഉണ്ടല്ലോ എന്നാണ് താര പറയണത്. യാമിനി ആൻറ്റി നാട്ടിൽ പോയ കാര്യം ആൻറ്റിക്ക് അറിയില്ലേ? എന്നാലും ആൻറ്റി എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പറയാം ആൻറ്റി, എന്താ ആൻറ്റിയുടെ വിഷമം? ആൻറ്റിയുടെ മുഖത്ത് ഇപ്പോഴും നല്ല വിഷമമുണ്ട്. പറയാം ആൻറ്റി എന്ന് പറയുമ്പോൾ ഞാൻ കുടിക്കാൻ ഇതിനെടുക്കട്ടെ? ചായ ഒന്നും വേണ്ട എന്ന് കല്യാണി പറയാണ്. ജ്യൂസ് എടുക്കാമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ്. അങ്ങനെ താര ജ്യൂസ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവാട്ടോ. അതിന് മുമ്പ് താര ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. തൻ്റെ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് താര കല്യാണിനെ വന്നപ്പോൾ വാതിൽ തുറന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന പയസിനെയാണ്. പയസാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ കാത്ത് എവിടെ ഒരു മൂലക്ക് കാത്തു നിൽക്കാട്ടോ. അപ്പം കസാരയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച ആ 2 പേരുണ്ടല്ലോ അവരവിടേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, പൈസ ചോദിക്കണ്ടടാ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ലടാ. നീ എൻ്റെ മുഖത്തെ പാടുകളൊക്കെ കണ്ടില്ലേ? ആ കിരൺ എന്ന് പറഞ്ഞവനും പിന്നെ 2 അവന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഇടിക്കാത്ത ഇടിയൊന്നുമില്ല. നീ എവിടെയും ചോദിച്ചിട്ടായിരുന്നു അടിയും ബഹളമൊക്കെ. നിന്നെ കണ്ടു കിട്ടുകയാണെങ്കിൽ കാട്ടിൽ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുമെന്നൊക്കെയാ അവർ പറഞ്ഞേക്കണത് എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ആ പെണ്ണുമുള്ളിനെ കുത്താൻ വേണ്ടിയിട്ടാണ്, ആ വിക്രത്തിൻ്റെ പെങ്ങളെ കുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എവിടേക്ക് പോയത്. പക്ഷെ കുത്ത് മാറിക്കൊണ്ടു. എടാ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവർ ചത്തോടാ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാ കൂട്ടുകാരന്മാർ പറയണം. നിങ്ങൾ പിന്നെ മറ്റവളെ കണ്ടായിരുന്നോ? ആ സരിയോ? ഞങ്ങളൊന്നും കണ്ടില്ല. എടാ സത്യം പറയണം, അവളെങ്ങനെ നിങ്ങൾ കണ്ട് പൈസ എങ്ങനെ വാങ്ങിച്ചായിരുന്നോ? ഇല്ലടാ, ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയണം ആ കൂട്ടുകാരന്മാർ. പൈസ പറയണ്ട്, നിങ്ങളെ കണ്ടില്ലെങ്കിലേ നിങ്ങൾ ഉടനെ അവളെ ഒന്ന് പോയി കാണണം. എന്നിട്ട് എൻ്റെ അവസ്ഥ ഒന്ന് പറയണം. പൈസ തരാൻ വേണ്ടി പറയണം. ആ പൈസ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ട് തരണം. ഞാൻ എവിടെയെങ്കിലും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പോവാം. മനസ്സിലായോ? മനസ്സിലായടാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഫോണായിട്ട് ആ കിരണും ആ 2 പേരും കൂടി പോയിരിക്കുക. അതുകൊണ്ടാണ് നിന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ശരിടാ, എന്ന് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്മാർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. താര എടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, താരാൻറ്റി പറ താരാൻറ്റി, ആൻറ്റിയുടെ വിഷമം എന്താണെന്ന് മനസ്സ് തുറന്ന് പറ. സരിയുവാണോ ആൻറ്റിയുടെ വിഷമത്തിന് കാരണം? ഈ ലോകത്ത് ആൻറ്റിനെ വിഷമിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സരയുവാണ്. അതാ ഞാൻ വീണ്ടും ചോദിക്കണം. അവൾ എന്തെങ്കിലും പറഞ്ഞ് ആൻറ്റിനെ വിഷമിപ്പിക്കുന്നുണ്ടോ? പറ എന്ന് പറയുമ്പോൾ താര ഇല്ല എന്ന് പറയാണ്. കല്യാണി ജ്യൂസ് കുടിക്കുന്നുണ്ട്. താര നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് കല്യാണി ജ്യൂസ് കുടിക്കണത്. പിന്നീട് കല്യാണി ആ ജ്യൂസ് മുഴുവനും കുടിക്കുകയാണ്. താര പെട്ടെന്ന് കരയാണ്. എന്താ ആൻറ്റി എന്താ കരയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് താര. അങ്ങനെ കല്യാണി ആ ജ്യൂസ് ഫുള്ളും കുടിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സരയുനെയും ഷാരിനെയാണ്. ഷാരി സരയുനോട് ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല താര അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അവർ ചെയ്യും. കാരണം അവരുടെ ഒരു മോളല്ലേ ഞാൻ. അവരെനിക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ചത്. അതുകൊണ്ട് അവരെന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉടനെ തന്നെ ഒരു മെസ്സേജ് വരും. അല്ല മോളെ, നമുക്കിപ്പോൾ ജീവിക്കാൻ ഒരു പ്രശ്നവുമില്ല. പിന്നെ മോളെന്തിനാ വേണ്ട, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല മോളെ, എന്നാലും ഇടയ്ക്കൊക്കെ അത് മനസ്സിൽ കയറി വരും. ഇതൊരു കണക്കിന് മധുര പ്രതികാരം മോളെ. കല്യാണി കിരണിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. അതിനുശേഷം നീയാണെന്നുണ്ടെങ്കിൽ മനോഹറിന് വിവാഹം കഴിച്ചു. അതിന് കാരണം കല്യാണി തന്നെയാണ്. പിന്നീടാണെങ്കിൽ ചന്ദ്രസേനും രൂപയും പിരിയാൻ കാരണം നിന്റെ അച്ഛനാണ്. ആ അച്ഛന് കിരൺ വകവരുത്തി. ആ കിരണിനെ വകവരുത്താൻ വേണ്ടി നീ ആ കിരണിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ കല്യാണിനെ വകവരുത്തി കിരണിൻ്റെ ജീവിതത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണം ആലോചിക്കാനായിട്ട്. ഞാനും കിരണും ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ കല്യാണി വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എത്ര നല്ലതായിരുന്നു. കല്യാണി വന്നതിന് ശേഷമല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെയായത്. അപ്പം എല്ലാത്തിനും കാരണം കല്യാണിയാണ്. അപ്പം അവളാണ് ഇല്ലാതെ ആവേണ്ടത് എന്ന് സരിയു പറയാട്ടോ. അങ്ങനെ കല്യാണി ജ്യൂസ് കുടിച്ചിങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിഷം കലക്കിയ ജ്യൂസ് കുടിച്ചിരിക്കുന്നത് താര തന്നെയാട്ടോ, അത് ഉറപ്പാണ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.